എറണാകുളം പനങ്ങാട് പോലീസ് പിടികൂടിയ മോഷണ സംഘം കേരളത്തിൽ പദ്ധതിയിട്ടിരുന്നത് വൻ കവർച്ചയാണ്. കേരള തമിഴ്നാട് പോലീസിന്റെ ചോദ്യം ചെയ്യലാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത്. കൊച്ചിയിലെ 3 ATM കേന്ദ്രങ്ങളാണ് കവർച്ചയ്ക്കായി ഈ തട്ടിപ്പ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടയിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് 3 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. പിടിയിലായ സംഘം ചില്ലറക്കാരല്ലെന്ന വിവരമാണ് പുറത്തുവരുന്നത്. ഹരിയാന സ്വദേശികളായ നാസിർ അഹമ്മദ് ആമിനും സുധം ഇയാസും സൈഗുൾ ഹനീഫും പദ്ധതിയിട്ടിരുന്നത് വൻ ATM കവർച്ച. സംഘത്തിന്റെ പ്രവർത്തന രീതി വ്യത്യസ്തമാണ്. ഹരിയാനയിൽ നിന്ന് കണ്ടെയ്നർ ലോറിയുമായി വരുന്ന സംഘം വരും വഴിയിലൊക്കെ കാർ അടക്കമുള്ള വാഹനങ്ങൾ മോഷ്ടിച്ച് കണ്ടെയ്നറിൽ സേഫാക്കി വെക്കും. പക്ഷേ യഥാർത്ഥ ലക്ഷ്യം വാഹനങ്ങളല്ല, ATM കൗണ്ടറുകളാണ്. അധികം തിരക്കില്ലാത്ത പ്രധാനപ്പെട്ട റോഡിനോട് ചേർന്നുള്ള ATMകൾ ലക്ഷ്യം വെക്കും. നേരമൊന്ന് ഇരുണ്ടുകഴിഞ്ഞാൽ ATM കൗണ്ടറിനെ മറയ്ക്കുന്ന രീതിയിൽ കണ്ടെയ്നർ ലോറി പാർക്ക് ചെയ്യും. ഇതിനുശേഷം വാഹനത്തിൽ സൂക്ഷിച്ചിട്ടുള്ള ഗ്യാസ് കട്ടർ അടക്കം ഉപയോഗിച്ച് ATM തകർത്ത് പണവുമായി കണ്ടെയ്നറിൽ സംസ്ഥാനം വിടും. കേരളത്തിലും സമാന രീതിയിലുള്ള മോഷണത്തിന് പദ്ധതിയിട്ട് സർവ്വവും സജ്ജമാക്കുന്നതിനിടയിലാണ് പിടിവീണത്. ഹരിയാനയിൽ നിന്നുള്ള സംഘം ആദ്യം ലക്ഷ്യം വെച്ചത് തമിഴ്നാടായിരുന്നു. ഇതിനു മുന്നോടിയായി തമിഴ്നാട് കൃഷ്ണഗിരിയിൽ നിന്ന് കാർ മോഷ്ടിച്ചു. പക്ഷേ പണി പാളി. സംഘത്തെ പോലീസ് തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കേരളത്തിലേക്ക് തിരിച്ചത്. കാർ മോഷണവുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസ് കേരള പോലീസിന് വിവരം കൈമാറിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് സംഘം കൊച്ചിയിൽ പിടിയിലായത്. ദക്ഷിണേന്ത്യയിൽ നടന്ന വിവിധ ATM കവർച്ചയ്ക്ക് പിന്നിലും ഇതേ സംഘമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. കഴിഞ്ഞ വർഷം സമാന രീതിയിൽ തൃശൂരിലെ 4 ATM കേന്ദ്രങ്ങളിൽ മോഷണം നടത്തി പണവുമായി അതിർത്തി കടന്ന മറ്റൊരു ഉത്തരേന്ത്യൻ സംഘത്തെ വെടിവെച്ചാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത്. വിശദമായ അന്വേഷണത്തിനായി പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകാനാണ് പോലീസിന്റെ തീരുമാനം. 24 കൊച്ചി.